ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, ഞാൻ വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല. രാജുവും കുടുംബവും ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് രാജുവിനറിയോ? അത് രാജുവിനറിയില്ല. രാജുവിന്റെ അച്ഛൻ വേണുവിനോട് ചോദിച്ചാൽ അറിയാം. രാജുവിന്റെ അച്ഛനും ഋതുമോളുടെ അച്ഛൻ പ്രതാപനും കൂടിയാ നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചത്. അതും എന്റെ അറിവോടെ. എന്റെ അറിവോടെ എന്ന് പറഞ്ഞ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് വേണുവിനോട് നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. രാജു ഇത്രയും നാളും ഋതുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടന്നതല്ലേ? അല്ലേ? അതെ മാഡം. രാജുവിന് ഋതുയോട് സ്നേഹമല്ലേ? സ്നേഹമുണ്ട് മാഡം. പിന്നെന്താ ഈ കുട്ടിയോട് കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞത്? നിങ്ങൾക്കൊരു ജീവിതം വേണ്ടേ രാജു? ഇവളുടെ സംരക്ഷകനായി നടക്കുന്നതുകൊണ്ടാ ഇവൾക്ക് രാജുവിന് ഇഷ്ടായതും രാജുവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. ഇവൾ അങ്ങനെ ആഗ്രഹിച്ചത് തെറ്റാണോ രാജു? ഒരിക്കലും അല്ല മാഡം. എങ്കിൽ മേലിൽ ഇത്തരം വാക്കുകൾ പറഞ്ഞ് രാജു എന്റെ മോളെ വിഷമിപ്പിക്കരുത്. മോളെ കല്യാണം കഴിക്കണം. മോളുടെ മനസ്സ് മാറ്റി കുറെ നാള് കഴിഞ്ഞ് അവളെ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞാനേ ഇവിടെ അങ്ങ് കൊണ്ടുപോകും, ഞങ്ങളുടെ തറവാട്ടിലേക്കോ അല്ലെങ്കിൽ കൽക്കട്ടയിലേക്കോ. ഇക്കാര്യം പറഞ്ഞപ്പോ രാജു എന്താ ഞെട്ടിയത്? അപ്പോ രാജുവിന് മോളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അമിതമായ സ്നേഹം ഉള്ളതുകൊണ്ടാ ഇങ്ങനെ ചിന്തിക്കുന്നെ. മോള് വലിയ തറവാട്ടിലെ പെണ്ണല്ലേ, ഞാനായിട്ട് എന്തിനാ ഈ കുട്ടിയുടെ ജീവിതം തകർക്കുന്നേ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയൊന്നല്ല രാജു. ഋതുമോളെ കല്യാണം കഴിക്കുന്ന രാജു ഒരു ഭാഗ്യവാനാ. അതുകൊണ്ട് ഇനി എതിരൊന്നും പറയരുത്. നിങ്ങളുടെ കല്യാണം നടക്കണം. രാജു എന്തു പറയുന്നു? ഇനി രാജു പോയിക്കോ. മോള് സമാധാനായിട്ടിരുന്നോളൂ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. അകലേ നോവിനാലേ